നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളും നമ്മുടെ വർത്തമാനകാല അന്തരീക്ഷങ്ങളും ഒക്കെ മലീമസമായി പോകുന്നു എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മലിനമായ നമ്മുടെ അന്തരീക്ഷങ്ങളിൽ പെട്ടുകൊണ്ട് ചണ്ടികളായി മാറേണ്ടവരല്ല വിശ്വാസി ആർജവത്തോടുകൂടി, തഖ്വയോടുകൂടി, ഈമാനോടുകൂടി, പത്തരമാറ്റിന്റെ തിളക്കത്തോടുകൂടി, പവർഫുള്ളായി ഈമാൻ മുറുകെ പിടിച്ചവരായി പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും, പരീക്ഷകളായി തന്റെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ കടന്നു വരുമ്പോഴും, പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ഒരു വിശ്വാസിയുടെ ഈമാൻ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകേണ്ടതല്ല. അവന്റെ മുന്നിൽ വെടിയുണ്ടകളാണ് നെഞ്ചത്തേക്ക് കടന്നു വരുന്നതെങ്കിലും, ബോംബിന്റെ പാളികളായാണ്, മിസൈലുകളായാണ് വിശ്വാസിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെങ്കിലും തഖ്വയോടുകൂടി ആത്മാർത്ഥമായി റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ അചഞ്ചലമായ തീരോട്ടവും പോരാട്ടവുമായിരിക്കണം ഒരു വിശ്വാസിയുടെ ഓരോ വർഷം കഴിയും തോറും, ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു, മാമിൻ യൻശിഖു ഫജ്റഹു ഇല്ലാ വഹു യഖൂൽ. നമ്മുടെ മുന്നിലേക്ക് പൊട്ടിവിടരുന്ന ഓരോ പ്രഭാതവും നിന്നിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്തെന്നറിയോ? ഇബ്ന ആദം, മനുഷ്യ, അന യൗമുൻ ജദീദ്. ഓരോ പ്രഭാതവും നമ്മിലേക്ക് പൊട്ടിവിടരുന്നത് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ്, ഒരു അനൗൺസ് ചെയ്തുകൊണ്ടാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇബ്ന ആദം, മനുഷ്യ എന്ന് വിളിച്ചിട്ട് പറയുന്നു, അന യൗമുൻ ജദീദ്. ഇന്ന് നിനക്കൊരു പുതിയ ദിവസമാണ്. ഒരു പ്രഭാതവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് നിനക്കൊരു പുതിയ പ്രഭാതമാണ്. നാളെ വിളിച്ചു പറയും, നിനക്കൊരു പുതിയ പ്രഭാതമാണ്. അടുത്ത ദിവസത്തിന്റെ പ്രഭാതം നിന്നോട് വിളിച്ചു പറയും, ഇന്നൊരു പുതിയ പ്രഭാതമാണ്. എന്നറിയോ? ഇന്നത്തെ ഈ പ്രഭാതം മുതൽ തുടങ്ങുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഉറങ്ങുന്ന സമയം വരെയും ചെയ്യുന്ന മുഴുവൻ സൽപ്രവർത്തനങ്ങളും 24 മണിക്കൂർ ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് രാജാതിരാജനായ അല്ലാഹു തആല സംവിധാനിച്ച് നൽകുമ്പോ, ആ രാജാതിരാജനായ റബ്ബുൽ ആലമീൻ നിനക്ക് നൽകുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ആ ദിവസങ്ങളും നിന്റെ മുന്നിലേക്ക് കൃത്യമായി പരിശോധന നടത്താൻ നിനക്ക് റഖീബ് അതീദ് എന്ന 2 മലക്കിനെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൃത്യമായി നിന്നെ പരിശോധിച്ച് ഇന്നത്തെ പ്രഭാതം മുതൽ തുടങ്ങുന്ന നിന്റെ നന്മകളും നിന്റെ സുഹൃതങ്ങളും നിന്റെ ഇബാദത്തുകളും നിന്റെ തെറ്റുകളും നിന്റെ വീഴ്ചകളും പാളിച്ചകളും പാകപ്പിഴവുകളും ഒക്കെ സസൂക്ഷ്മം പരിശോധിച്ചിട്ട് അത് കൃത്യമായി നിനക്ക് രേഖപ്പെടുത്തും മനുഷ്യ. അതുകൊണ്ട് പുതിയൊരു ദിവസമാണ് ഇന്നത്തെ തുടക്കം. ആ തുടക്കത്തിൽ നീ നന്മകൾ ചെയ്യണേ. വഅല അമലുക ഷഹീദ്. നീ ചെയ്യുന്ന നിന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും, നിന്റെ ദുഷ്കർമ്മങ്ങൾ, നിന്റെ എല്ലാ പാപങ്ങൾ മുഴുവനും, നീ ചെയ്യുന്ന ചെയ്തികൾ മുഴുവനും റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൃത്യമായി അത് രേഖപ്പെടുത്തുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. ആ ദിവസം നിന്നോട് വിളിച്ചു പറയും അത്രേ. ഓരോ പ്രഭാതവും നിന്നിലേക്ക് വിളിച്ചു പറയും, തസവ്വദു മിന്നി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് നിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ദിവസമുണ്ടല്ലോ, ആ ദിവസം പിന്നെ നിന്നിൽ നിന്നും കഴിഞ്ഞു പോയാൽ, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞു പോയാൽ പിന്നെ ഇതേ ദിവസം നിന്നിലേക്ക് പിന്നെ മടങ്ങി വരികയില്ല. ഒരിക്കലും നീ മടങ്ങി വരാൻ ആഗ്രഹിച്ചാലും ഒരിക്കലും അത് മടങ്ങി വരികയില്ല. നമുക്ക് 3 സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഒന്ന് നാം നിലകൊള്ളുന്ന സമയം, ഒന്ന് കഴിഞ്ഞുപോയ സമയം, മറ്റൊന്ന് നാളെയുള്ള സമയം. കഴിഞ്ഞുപോയ സമയത്തിൽ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. നാം നിലകൊള്ളുന്ന സമയമുണ്ടല്ലോ, ആ നിലകൊള്ളുന്ന സമയത്തിലാണ് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാകുന്നത്. നമ്മുടെ സെക്കൻഡുകൾ, നമ്മുടെ മിനിറ്റുകൾ, നമ്മുടെ മണിക്കൂറുകൾ, നാം നിലകൊള്ളുന്ന നമ്മുടെ വർത്തമാനകാല, നമ്മുടെ ഈ സാഹചര്യം, നമ്മുടെ വർത്തമാനകാല ഈ സമയം നാം നിലകൊള്ളും. അടുത്ത സമയം ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. നാളെ നമുക്കതിൽ എത്തപ്പെടാൻ കഴിയോ, അല്ലാഹു ആയുസ് നൽകിയോ ഇല്ലയോ എന്ന് എനിക്കും നിങ്ങൾക്കും തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നാം നിലകൊള്ളുന്ന നമ്മുടെ സമയങ്ങൾ കൃത്യമായി നാം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചും നന്മകൾക്കും വേണ്ടിയും ചിലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ വർഷം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോഴും പുതിയൊരു ഹിജ്റ വർഷം നമ്മിലേക്ക് പിറക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരുപാട് ചെയ്തു തീർക്കാൻ ഒരുപാട് ബാധ്യതകളുണ്ട്. സത്താബിനോടുള്ള ബാധ്യതകളുണ്ട്, സൃഷ്ടികളോടുള്ള ബാധ്യതകളുണ്ട്, സമൂഹത്തിനോടുള്ള ബാധ്യതകളുണ്ട്, സമുദായത്തിനോടുള്ള ബാധ്യതകളുണ്ട്. കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്റെ വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കണം. താനും തന്റെ കുടുംബവും മാത്രമല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത്.
ഞാനും എന്റെ കുടുംബം മാത്രമല്ല നന്മയിലേക്ക് മത്സരിക്കേണ്ടത്, ഞാനും എന്റെ മക്കളും മാത്രമല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കേണ്ടത്, ഞാനും എന്റെ കുടുംബവും മാത്രമല്ല സുഖസന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടത്. എന്റെ ചുറ്റുഭാഗത്തുള്ള ബാധ്യതകൾ എനിക്ക് തീർക്കേണ്ടതുണ്ട്. എന്റെ ചുറ്റുഭാഗത്തുള്ളവരെ തിരിച്ചറിയേണ്ട ബാധ്യത എനിക്കുണ്ട്. അധാർമികതയിൽ കഴിഞ്ഞു പോകുന്ന സമൂഹത്തെ കൈപിടിച്ച് നന്മയുടെ പാതയിലേക്ക് സഞ്ചരിപ്പിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് അത് പിന്നെയാകട്ടെ എന്റെ കുടുംബത്തെ നന്നാക്കുന്ന പണിയും എന്റെ സമുദായത്തെ നന്നാക്കുന്ന പണിയും അതുപോലെ തന്നെ എന്റെ സമൂഹത്തെ നന്നാക്കുന്ന പണിയും പാവങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പണിയുമൊക്കെ പിന്നെയാകട്ടെ, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന വിചാരധാര അത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം നമ്മുടെ മുന്നിലേക്ക് നിലകൊള്ളുന്ന നമ്മുടെ സമയത്തെ മൂല്യമുള്ള അർത്ഥമുള്ള മൂല്യവത്തായ അർത്ഥവത്തായ ഏറ്റവും ഉത്തമമായ സമയമാക്കി നന്മകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. ഏത് സൽക്കർമ്മവും ഇന്ന് സുബഹി നമസ്കരിക്കാത്തവർ ഒരുപക്ഷെ ഉണ്ടാകാം. എന്റെ മുന്നിലിരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പവിത്രമായ കടന്നു വരുന്ന ഏറ്റവും അമൂല്യമായ ദിനരാത്രങ്ങൾ, വിശുദ്ധമായ ഹദീസ് നമ്മോട് പഠിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും, ഈ ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോഴും ഇനിയും നന്നാകാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എന്നാണ് നമുക്ക് നന്നാകാൻ സമയം കിട്ടുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, പിന്നെ ചെയ്യാമെല്ലാം. അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നന്മകൾ. സുബഹിയോ അല്ല, നാളത്തെ സുബഹി മുതൽ നിസ്കരിക്കാം, നാളത്തെ അസർ മുതൽ നമസ്കരിക്കാം. ഇൻഷാ അല്ലാഹ് എനിക്ക് നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണമെന്ന ആഗ്രഹമുണ്ട്. അതൊക്കെ 2 ദിവസം കൂടി കഴിയട്ടെ, ഇന്ന വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ പിന്നെ എന്നുള്ള ചിന്ത അത് പൈശാചികമായ ചിന്തയാണെന്ന് ആദരവായി നബിയുനാ വഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇന്നലകളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമല്ല, നാളെകളെ നമുക്ക് എത്തിക്കുമെന്നും നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നിലകൊള്ളുന്ന നമ്മുടെ സമയം ഏറ്റവും ഉത്തമമായ സമയമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നന്മകൾക്ക് വേണ്ടി നമ്മുടെ പുതുവർഷത്തെ വിനിയോഗിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാലങ്ങളും വർഷങ്ങളും ദിവസങ്ങളും പലപ്പോഴുമൊക്കെ ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും 2025 കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ഹിജറ വർഷം 1446 നമ്മൾ കടന്നുപോയി. ആ സമയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ കാലങ്ങളെ ചേർത്ത് വെച്ച് നാം പഴിക്കാറുണ്ട്, ശപിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദീനി ഇബ്നു ആദം. അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യന്മാർ മുഴുവനും, ആദം സന്തതികൾ മുഴുവനും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. യസുബ്ബുദ്ദഹറ, കാലത്തെ കുറ്റപ്പെടുത്താറുണ്ട്. അല്ലെ, മഴ വന്നാൽ വിഷയമാണ്, പ്രശ്നമാണ്, എന്തൊരു നാശം മഴയാണ്. അല്ലെ, വെയിൽ വന്നാൽ, ചൂട് വന്നാൽ വിഷയമാണ്. എന്തൊരു വെയിലാണ്, എന്ത് ശപിക്കപ്പെട്ട വെയിലാണ്, എന്ത് ചൂടാണ്, എന്ത് നാശമാണ്. ഇങ്ങനെ മനുഷ്യൻ ഓരോ കാലങ്ങളും ഓരോ പ്രളയങ്ങൾ കടന്നു വരുമ്പോഴും അവൻ പ്രളയത്തിന്റെ പേരിൽ പഴിക്കാറുണ്ട് സൃഷ്ടാവിനെ. സൃഷ്ടാവ് എവിടെ പോയി? ഫ്ലൈറ്റ് തകർന്നു വീണപ്പോൾ പറയാറില്ലേ, എവിടെ പോയി സൃഷ്ടാവ്? പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ ഈമാൻ തകർന്നു പോകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് അത്തരത്തിലുള്ള വാക്കുകൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലാഹു തആല പറയുകയാണ്, മനുഷ്യന്മാര് മുഴുവനും എന്നെ പഴിക്കാറുണ്ട്. കാലത്തെ അവൻ പഴിക്കാറുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഞാനാണ് കാലം, ഞാനാണ് കാലത്തിനെ സൃഷ്ടിച്ചത്. ദിവസങ്ങളെ രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് ഞാനാണ്. രാത്രിയെ മാറ്റിയിട്ട് പകലിനെയും പകലിനെ മാറ്റിയിട്ട് രാത്രിയെയും രണ്ടിനെ തമ്മിൽ ചേരാതെ പരസ്പരം ഒന്നിനും വ്യത്യാസമുണ്ടാകാതെ കൃത്യമായ അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സൂര്യനെ സഞ്ചരിപ്പിക്കുന്ന, നക്ഷത്രഗോളങ്ങളെയും ഗാലക്സികളെയും സഞ്ചരിപ്പിക്കുന്ന, ആകാശ താരപഥങ്ങളെ സഞ്ചരിപ്പിക്കുന്ന എന്നുവേണ്ട അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്യന്താവായ സൃഷ്ടാവായ അല്ലാഹു തആലയുടെ സൃഷ്ടിത്വം പരിപൂർണമായ സൃഷ്ടിപ്പുണ്ടല്ലോ. ഞാനാണ് കാലം, ഞാനാണ് കാലം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, അല്ലാഹു തആല പറയുന്നു, അഖല്ലുബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ്. മഴയെ സൃഷ്ടിക്കുന്നവൻ ഞാനാണ്. പേമാരി പെയ്തിറങ്ങുന്ന ഏറ്റവും അല്ലെങ്കിൽ കെടുതികൾ സൃഷ്ടിക്കുന്ന പേമാരികൾ പോലും പരീക്ഷണങ്ങളായി പെയ്തിറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നും അല്ലാഹു എന്നിന്റെ റഹ്മത്ത് മാത്രം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ പഴിക്കുകയല്ല വേണ്ടത്. എന്ത് നാശമാണ് മഴ വിതയ്ക്കുന്നത് എന്നല്ല പറയേണ്ടത്. വിശ്വാസിക്ക് അവന്റെ മുന്നിൽ കൃത്യമായ ഒരു പാതയുണ്ട്, വിശ്വാസിക്ക് കൃത്യമായി മുന്നിൽ ഒരു മാർഗമുണ്ട്. അത് അല്ലാഹു പഠിപ്പിച്ച മാർഗമാണ്.
ഇന്ന് ഏതു മാസമാണ്, ഏത് തീയതിയാണ്, ഹിജ്റയുടെ ഏത് തീയതിയാണ്, ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ നമുക്കോ നമ്മുടെ കുടുംബാദികൾക്കോ നമ്മുടെ മക്കൾക്കോ ഒക്കെ അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം നമ്മുടെ മക്കളുടെ നിക്കാഹ കർമ്മവുമായി ബന്ധപ്പെട്ട് ക്ഷണക്കത്തടിക്കുന്നതിനു വേണ്ടി ഒരുപക്ഷെ പലരെയും സമീപിക്കാറുണ്ട് നാം. പലർക്കും കൃത്യമായിട്ട് ഹിജ്റയുടെ വർഷം ഏതാണെന്നോ ഹിജ്റയുടെ തീയതി ഏതാണെന്നോ ഒക്കെ അറിയപ്പെടാൻ കഴിയാതെ പോവുകയും അവസാനം പ്രിന്റിംഗ് പ്രസ്സിലേക്ക് കടന്നു ചെന്നിട്ട് ഇതര സമുദായത്തിലെ സഹോദരങ്ങളെ കൊണ്ട് ഹിജ്റയുടെ തീയതിയും കണക്കുമൊക്കെ ആ കത്തിൽ കുറിച്ചു വെക്കപ്പെടുന്ന ഒരു ദയനീയ സാഹചര്യമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന പരിശുദ്ധമായ ഹിജ്റ കലണ്ടർ ഒരു പുതിയ വർഷത്തിലേക്ക് 1447 നാം പാദം മൂന്നിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി പുതുവർഷത്തിന്റെ പേരിൽ ആഘോഷങ്ങളും ആഘോഷത്തിമിർപ്പുകളും ഒക്കെ മറ്റ് കലണ്ടറുകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ നാടുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കാലത്തെ സംബന്ധിച്ചും വർഷത്തെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായൊരു ബോധ്യവും നമുക്കുണ്ടാകണം. ഓരോ വർഷം കഴിയുന്തോറും പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പറയാറുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു വയസ്സ് കൂടി എന്ന് പറയാറുണ്ട്. 70 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട പിതാവ് പറയാറുണ്ട് 71 എത്തിയെന്ന്. 40 നിൽക്കുന്നയാൾ പറയാറുണ്ട് 41 എത്തിയെന്ന്. ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വർഷം നമ്മിൽ നിന്നും കൊഴിഞ്ഞു വീഴുമ്പോഴും നാം ഒന്ന് യഥാർത്ഥമായി മനസ്സിലാക്കി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കുറയുകയാണ് ചെയ്യുന്നത്. 70 വയസ്സുവരെ ആയുസ്സു നിശ്ചയിച്ച ഒരു മനുഷ്യന് അവൻ മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തു. 69 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യന് അവൻ മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എന്ന കൃത്യമായൊരു ബോധ്യം ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ ദിവസങ്ങളും നമ്മുടെ മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് അതിൻ്റെ യഥാവിധിയോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം 1446 കഴിഞ്ഞു. ഹിജ്റ വർഷം 1447 എത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം എത്ര സ്പീഡിനാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നുപോയത്. അത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മോട് ഉണർത്തിയ കാര്യം അങ്ങനെ തന്നെയാണ്. ഖിയാമത്ത് നാളോട് അടുക്കുന്ന സമയത്ത് കാലങ്ങളുടെ കറക്കവും അതിൻ്റെ കൃത്യമായ സഞ്ചാരവും വളരെ വേഗത്തിലാകും. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബ അസ്സമാൻ, കാലമിങ്ങനെ അടുത്തടുത്ത് വരുന്നതുവരെ, കാലമിങ്ങനെ അതിവേഗം സഞ്ചരിക്കുന്നതുവരെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഫതകൂനു സഹനതു കശ്ശഹരി, ഒരു വർഷം സഞ്ചരിക്കുന്ന വഴിദൂരം എന്ന് പറയുന്നത് കശ്ശഹരി, ഒരു മാസം പോലെയാകും. ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസത്തിനെ പോലെയാകും. ഫതകൂനു ശഹറു കൽ ജുമഇ, ഒരു മാസം കടന്നു പോകുന്നത് ഒരാഴ്ച പോലെ കടന്നു പോകും. വതകൂനുൽ ജുമഉ കൽ യൗമി, ഒരാഴ്ച കടന്നു പോകുന്നത് ഒരു ദിവസത്തിന്റെ വഴിദൂരം കണക്ക് വളരെ ഹൈ സ്പീഡായി കടന്നു പോകും. വയകൂനുൽ യൗമു, ഒരു ദിവസം കടന്നു പോകും കസ്സാഅത്തി, ഒരു മണിക്കൂർ പോലെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വിശാലമായി നമ്മോട് സംസാരിക്കുന്നു. നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 24 മണിക്കൂർ നമുക്കുണ്ട് എങ്കിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും 24 മണിക്കൂറും അല്ലാഹു തആല സജ്ജീകരിച്ചു കൊടുത്തു എങ്കിലും ആ വർഷത്തിന്റെയും സമയത്തിന്റെയും അതിശീഘ്രമായ യാത്രകൾ, ആ യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത്. അതിശീഘ്രം നമ്മുടെ ദിവസങ്ങളും നമ്മുടെ ദിനരാത്രങ്ങളും കൊഴിഞ്ഞും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു മാനവ ലോകത്തോട് ഉത്ബോധിപ്പിക്കുന്ന പരിശുദ്ധമായ വാക്യം, ഇബ്ന ആദം, ഏ മനുഷ്യ, തുഇൽ അർള ബിഖദമിക, നിന്റെ കാൽപാദം കൊണ്ട് നിന്റെ ഭൂമിയിൽ നീ ചവിട്ടണേ.
ഫഇന്നഹാ അൻ ഖലീലിൻ തകൂനു ഖബറക, നീ ചവിട്ടി മെതിച്ചു കൊണ്ടുപോകുന്ന നിന്റെ കാൽപാദങ്ങൾ അടുത്ത സമയം നിന്റെ ഖബറാണ് എന്ന ചിന്തയോടുകൂടിയായിരിക്കണം ഈ ഭൂമിയിൽ നീ കാൽപാദങ്ങൾ വെക്കേണ്ടത്, പതിപ്പിക്കേണ്ടത്. ആരാ പറയുന്നത്? അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. നീ വളരെ വേഗം നിന്റെ ആവശ്യ നിർവഹണത്തിനു വേണ്ടി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ സഞ്ചരിക്കുന്ന നിന്റെ സഞ്ചാര പാതകളും നിന്റെ പാദങ്ങളും നീ പതിപ്പിക്കുന്ന നിന്റെ ഭൂമി അടുത്ത നിമിഷം നിന്റെ ഖബറാണ്. ഒരല്പസമയം കഴിയുമ്പോൾ ആ ഭൂമിക്കുള്ളിലേക്കാണ് നിന്നെ ഇറക്കി വെക്കുന്നത്. ഇബ്ന ആദം, ഏ മനുഷ്യ, ഇന്നമാ അന്ത അയ്യാമുൻ, നിന്റെ മുന്നിലുള്ള ദിവസങ്ങൾ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും, മുഹറം വന്നു, മുഹറം കടന്നു പോയി, സഫർ കടന്നു വരുന്നുണ്ട്, അതുപോലെ റബീഉൽ അവ്വൽ കടന്നു വരുന്നുണ്ട്. ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും നിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോഴും നീ ചിന്തിക്കേണ്ടത്, മനുഷ്യ, അതൊക്കെ നിന്റെ കൊഴിഞ്ഞു പോകുന്ന ആയുസ്സിന്റെ ഇതളുകളാണ് എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് പറയുന്നു, ഇബ്ന ആദം, ഏ മനുഷ്യ, ഇന്നക ലം തസൽ ഫീ ഹദ്മി ഉംരിക മുൻദു യൗമ വലതക ഉമ്മുക, നിന്റെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽ, നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ പ്രസവിച്ച് ഭൂമിയിലേക്ക് വെച്ച സമയം മുതൽ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിനക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് അതിന്റെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും, മണിക്കൂറുകൾ കഴിയുന്തോറും നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽ നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ വർഷവും കഴിഞ്ഞു പോയി അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയി പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന ചിന്തയ്ക്കപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും നാം മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമാകണം.